പീറ്റർ ഒരു ചിരിയോടെ തിരിഞ്ഞു നടന്നു ഔട്ട് ഹൗസിലേക്ക് കയറി. കോഫി വെച്ചിട്ട് തിരിഞ്ഞ അഞ്ജു കാണുന്നത് തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന പീറ്ററിനെയാണ്. അവളൊന്ന് ഉമിനീരിറക്കി അവിടെ നിന്ന് മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയതും വളരെ നേർത്ത സ്വരത്തിൽ പീറ്റർ അവളെ വിളിച്ചു. കൊച്ചേ. അവൻ്റെ വിളിയിൽ അഞ്ജു പതിയെ തലയുയർത്തി അവനെ നോക്കി. പീറ്റർ വന്ന് അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അവളുടെ കണ്ണുകളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി. ഈയൊരു നിമിഷം ഇരുവർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നു. അവരുടെ നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് പീറ്റർ പറഞ്ഞു, കൊച്ചേ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് വെച്ചാൽ കെട്ടിക്കൂടെ കൂട്ടണമെന്ന്. നിന്റെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്, മറ്റൊന്നും പീറ്ററിന് അറിയേണ്ട. അത് കേട്ടതും അഞ്ജുവിന് എന്ത് പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. അവൾ തലകുനിച്ചങ്ങനെ നിന്നു. നിനക്ക് പറയാനുള്ളത് കേട്ടിട്ട് വേണം എനിക്ക് ധ്രുവ് സാറിനോട് സംസാരിക്കാൻ, പീറ്റർ പറഞ്ഞു. അത് കേട്ടതും അഞ്ജുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു. അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും പീറ്റർ അവളുടെ കൈകൾ പിടുത്തമിട്ടു. അഞ്ജു പ്ലീസ്, അവൻ മൃദുവായി പറഞ്ഞു. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചതും അഞ്ജുവിൻ്റെ പുറമേനി അവൻ്റെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അഞ്ജു, എനിക്കൊരു മറുപടി വേണം. അത് കേട്ടതും അഞ്ജു അവനിൽ നിന്ന് കുതറി മാറി. എന്നിട്ട് അവനോട് ചോദിച്ചു, അതെ, മിന്നി വാങ്ങാൻ എപ്പോഴാണ് പോകേണ്ടത്? അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അഞ്ജു പുറത്തേക്ക് പോയി. അപ്പോഴും പീറ്റർ കേട്ട വാക്കിൽ നിന്നും പുറത്തു വന്നില്ല. അവൻ കരുതില്ല എത്ര പെട്ടെന്ന് അവൾ സമ്മതിക്കുമെന്ന്. അവൻ വേഗം പുറത്തേക്ക് പാഞ്ഞു. അപ്പോഴും അഞ്ജു ഒരു ചിരിയോടെ കിച്ചണിലേക്ക് പോവുകയാണ്. അവളുടെ പോക്ക് നോക്കി കണ്ണെടുക്കാതെ നെഞ്ചത്ത് കൈയും പിണച്ചു വെച്ച് പീറ്റർ അങ്ങനെ തന്നെ നിന്നു. പീറ്റർ അവളെ തന്നെ ഇമച്ചിമ്മാതെ അങ്ങനെ നോക്കി നിൽക്കെ പുറകിൽ നിന്ന് മത്തായി ഉറക്കെ ചുമച്ചു. പീറ്റർ പല്ല് കടിച്ചുകൊണ്ട് തിരിഞ്ഞു. മത്തായി പീറ്റർ നോക്കി ചോദിച്ചു, ഡാ, താനെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? അവളെ തന്നെ വായും തുറന്ന് നോക്കി നിൽക്കുന്നു. മോൻ്റെ വിളച്ചിലൊന്നും ഇവിടെ നടക്കില്ല. ഇനി അവളോട് കൊഞ്ചാൻ വന്ന അതും പറഞ്ഞ് ലേക്ക് പോകാൻ തുടങ്ങിയതും പീറ്റർ അവൻ്റെ ഒരു കയ്യിൽ പിടിച്ച് മത്തായിയെ പൊക്കിയെടുത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, തൻ്റെ ചെവി തുറന്ന് കേട്ടോ, എൻ്റെ പെണ്ണാണവൾ. അവളെ ഞാൻ നോക്കും, കൊഞ്ചും, വേണ്ടി വന്നാൽ കയറി ഉമ്മിക്കും. തനിക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ആഹാ, നീ അത്രയ്ക്കായോ? ഞാനിവിടെ ഉള്ളപ്പോൾ നിൻ്റെ ഒരു തോന്നിവാസവും ഇവിടെ നടക്കില്ല. അവളൊരു പാവപ്പെട്ട കുടുംബത്തിലാണ്. നിന്നെപ്പോലെ ഉള്ളവന്മാർക്ക് നേരം പോക്കിനുള്ളതല്ല ആ പാവം പെണ്ണ്. അവളുടെ ജീവിതവും. എനിക്ക് അവൾ എൻ്റെ മോളെപ്പോലെയാണ്. അത് കേട്ടതും പീറ്റർ മത്തായിയുടെ ഷർട്ടിൽ നിന്നും പിടിവിട്ടു. പീറ്റർ അയാളോടായി പറഞ്ഞു, അപ്പോൾ പെണ്ണ് ചോദിക്കേണ്ടത് ഇവിടെ നിന്നുമാണല്ലേ? അത് കേട്ടതും മത്തായിയുടെ മുഖം സംശയത്താൽ ചുളുങ്ങി. ഡോ, തനിക്ക് മനസ്സിലായില്ലേ? തൻ്റെ മകളെ എനിക്ക് കെട്ടിച്ചു തരുമോ എന്നാണ്. അത് കേട്ടതും മത്തായിയുടെ മുഖം വിടർന്നു. കാര്യം ഇവനും ഞാനും തമ്മിൽ ചേരില്ല. എങ്കിലും ഇവന് വേറെ ദുശീലമൊന്നുമില്ല. അവളെ ഇവൻ പൊന്നുപോലെ നോക്കും. മത്തായി ഗൗരവത്തിൻ്റെ മുഖംമൂടി എടുത്തണിഞ്ഞു. എന്നിട്ട് പീറ്ററിനോട് പറഞ്ഞു, നീ സീരിയസ് ആയി പറഞ്ഞതാണോ? ഇത് കേട്ടതും പീറ്റർ പറഞ്ഞു, എൻ്റെ മത്തായിച്ച, ഇങ്ങനെയുള്ള കാര്യം ആരെങ്കിലും തമാശ പറയുമോ? മത്തായി പറഞ്ഞു, എനിക്കൊന്ന് ആലോചിക്കണം. അത് കേട്ടതും പീറ്റർ പറഞ്ഞു, ഓക്കെ, എടുത്തോ, എത്ര ടൈം വേണേലും എടുത്തോ. പക്ഷേ മത്തായിച്ച, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ആര് സമ്മതിച്ചാലും ഇല്ലേലും ഞാൻ അവളെ കെട്ടും. മത്തായി തലയും കുലുക്കി അകത്തേക്ക് നടന്നു. പീറ്റർ പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു, ഇനി അകത്ത് പോയി അവളെ കണ്ണുരുട്ടി പേടിപ്പിക്കണ്ട കേട്ടോ. ഡ്രൈവിങ്ങിനിടയിലും ധ്രുവിൻ്റെ കണ്ണുകൾ വൈകയിൽ പാറി വീഴുന്നുണ്ടായിരുന്നു. അവൻ അവളെ വിളിച്ചു, ഡി, എന്താ പറ്റിയത്? ഒരു സൈലൻസ്. അത് ചോദിച്ചതും വൈക ധ്രുവിനെ നോക്കി ചിരിച്ചു. ഒന്നുമില്ല എന്ന പോലെ കണ്ണുകൾ ചിമ്മിക്കാണിച്ചു. ധ്രുവ് അവളുടെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചു. ധ്രുവ് വൈകയും കൊണ്ട് ആദ്യം പോയതൊരു മോളിലേക്കായിരുന്നു. അവൾക്കായി അവൻ കുറേ ഡ്രസ്സുകൾ വാങ്ങിക്കൂട്ടി. പിന്നീട് അവൾക്ക് വേണ്ടുന്നതെല്ലാം അവൻ വാങ്ങിക്കൊടുത്തു. പെട്ടെന്ന് ധ്രുവ് പറഞ്ഞു, വൈക, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് കടന്നു. അവൻ്റെ ജ്വല്ലറിയിലേക്ക് കയറി. അവനെ കണ്ടതും അവിടുത്തെ ഒരു സ്റ്റാഫ് അവൻ്റെ അടുത്തേക്ക് വന്നു. സർ, എന്താണ് വേണ്ടത് എന്ന് അവനോടായി ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്കൊരു റോസ് ഗോൾഡ് സിമ്പിൾ ചെയിൻ വേണം. അതിൽ സ്മൈലി ഇമോജി, ഡയമണ്ട് പെൻഡൻറ്റും. സ്റ്റാഫ് ഓക്കെ സാർ, ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അയാൾ വലിയ 2 ബോക്സുമായി വന്നു. കുറേ ഡിസൈനുകൾ അവനെ കാണിച്ചു. ധ്രുവിന് അതിൽ നിന്നും ഇഷ്ടമായ ഒരെണ്ണം അവൻ സെലക്ട് ചെയ്തു. അവൻ പേയ്മെൻറ്റ് ചെയ്ത് ആ കുഞ്ഞു ബോക്സുമായി ജ്വല്ലറിയുടെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ബോക്സ് സേഫായി അവൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഷോപ്പിംഗ് കഴിഞ്ഞ് അവർ രണ്ടാളും പോയത് ഒരു മൂവി കാണാനായിരുന്നു. മൂവി ടൈം ആയതും അവൻ പോപ്കോണും കൂൾ ഡ്രിങ്ക്സും വാങ്ങി അവളുമായി ഷോയ്ക്ക് കയറി. റൊമാൻറ്റിക് മൂവിയായിരുന്നു അത്. അവൻ്റെ കൈകൾ അവളുടെ കൈകളുമായി കോർത്തു. വൈക പതിയെ അവളുടെ തല അവൻ്റെ ഷോൾഡറിലേക്ക് ചേർത്തു. ഇതേ സമയം അവൻ്റെ മുഖം
അവളുടെ തലയിലേക്ക് അവൻ മുട്ടിച്ചു. അവളുടെ മുടിയുടെ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു. അവിടെയായി ഒന്ന് മുത്തി. നിനക്ക് ഞാനുണ്ട് പെണ്ണെ എന്ന് പറയാതെ പറയും പോലെ. മൂവി കഴിഞ്ഞ് രണ്ടാളും പുറത്തേക്കിറങ്ങി. റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. നേരത്തെ തന്നെ അവിടെ ഒരു ടേബിൾ അവർക്കായി ധ്രുവ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ മെനു ബുക്കെടുത്ത് മറിച്ച് നോക്കിക്കൊണ്ടിരുന്നു. ഒരു വെയിറ്റർ അപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നതും ധ്രുവ് ഓർഡർ കൊടുത്തു. ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ സലാഡ് വിത്ത് ഫിഷ് സൂപ്പ്, ഫ്രൈഡ് പോർക്ക്, 1 വാനില ബട്ടർ സ്കോച്ച് കേക്ക് ഐസ്ക്രീം. വൈഗ അവൻ കൊടുക്കുന്ന ഓരോ ലിസ്റ്റ് കേട്ടതും കണ്ണു മിഴിച്ച് അവനെ തന്നെ നോക്കിയിരുന്നു. ലാസ്റ്റ് അവൻ പറഞ്ഞ ബട്ടർ സ്കോച്ച് കേക്ക് ഐസ്ക്രീം അതുകൂടി കേട്ടതും ധ്രുവിനോടായി വൈഗ ചോദിച്ചു, ധ്രുവ് നീ ഇതൊന്നും കഴിക്കാറില്ലല്ലോ, ഇതെല്ലാം എൻ്റെ ഫേവറേറ്റ് അല്ലേ? അത് കേട്ടതും ധ്രുവ് പറഞ്ഞു, മിസ്സിസ് വൈഗ, ധ്രുവിന് വേണ്ടി ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റാൻ തീരുമാനിച്ചു. നീ എന്താണോ കഴിക്കുന്നത് അത് മതി എനിക്കും. ഒന്ന് നീ വീട്ടിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലേ ഇതൊന്നും? നീ വരുന്നതിന് മുന്നേ ഞാൻ മത്തായിച്ചനെ വിളിച്ച് പറഞ്ഞിരുന്നു എല്ലാം നീ കഴിക്കുന്നത് ഉണ്ടാക്കിയാൽ മാത്രം മതിയെന്ന്. എന്നിട്ട് നിൻ്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ മത്തായിച്ചനോട് പറഞ്ഞു കൊടുത്തിരുന്നു. ഇതുകൂടി കേട്ടതും വൈഗയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ പോയി പിന്നെ ആരും തൻ്റെ ഒരു ഇഷ്ടവും നോക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അമ്മാവൻ്റെ വീട്ടിൽ താനൊരു അടിമയെ പോലെയായിരുന്നു. നല്ല ഫുഡോ നല്ല വസ്ത്രങ്ങളോ ഒന്നും തന്നെ ആരും തനിക്ക് വാങ്ങി തന്നിട്ടില്ല. എല്ലാം തനിക്ക് കിട്ടി തുടങ്ങിയതും അറിയുന്നതും അനുഭവിച്ചതും എല്ലാം ഈ ഒരുവനിലൂടെയാണ്. അതും താൻ പറയാതെ തന്നെ എല്ലാം നോക്കിയും കണ്ടും വാങ്ങിത്തരുന്നവൻ. ആ ഒരു ഓർമ്മയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് പുറത്തേക്കൊഴുകി. പെട്ടെന്ന് ധ്രുവ് വൈകിയെ വിളിച്ചു, ഡി പെണ്ണേ, ഫുഡിൻ്റെ മുന്നിൽ നിന്ന് കരുത്. എന്താ ഇപ്പോൾ? ഇങ്ങ് വാ. അവൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലായിരുത്തി. പെട്ടെന്ന് വൈഗ പിടഞ്ഞു മാറി. ധ്രുവ് എന്താ ഇത്? എല്ലാവരും ശ്രദ്ധിക്കുന്നു. അവൾ അവൻ്റെ അടുക്കലായുള്ള ചെയറിലേക്കിരുന്നു. അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. എന്നിട്ട് അവളോടായി പറഞ്ഞു, വൈഗ, ആരും നമ്മുടെ കൺസേൺ അല്ല, നീയും ഞാനും മാത്രം. മറ്റാർക്കും സ്ഥാനമില്ല. കാരണം ധ്രുവിന് ഒരു പ്രണയം മാത്രമേ ഉള്ളൂ. അത് മിസ്സിസ് വൈഗ ധ്രുവാണ്. ഞാൻ അവളെ സ്നേഹിക്കുന്ന ഭ്രാന്തമായാണ്. അവളിലല്ലാതെ മറ്റൊന്നിലും ഞാൻ അടിമപ്പെട്ടിട്ടില്ല. ധ്രുവിൻ്റെ ഓരോ വാക്കുകളും അവളുടെ ഹൃദയം പൊള്ളിക്കുന്നുണ്ടായിരുന്നു. വൈഗ മനസ്സിലായി ഓർത്തു, ഇങ്ങനെയുള്ള തൻ്റെ പ്രാണനെ ഞാൻ എങ്ങനെ വേദനിപ്പിക്കും? അതിനെനിക്ക് എങ്ങനെ സാധിക്കും? ഇവനില്ലാത്ത ഒരു നിമിഷവും വൈഗ അതിജീവിക്കില്ല. ഇവനാണ് എനിക്കെല്ലാം. കഴിയില്ല എനിക്ക് ഒന്നിനും. അച്ഛൻ്റെ മരണക്കിടക്കയിൽ കൊടുക്കേണ്ടി വന്ന ആ വാക്ക്, അത് സംഭവിച്ചാൽ അടുത്ത നിമിഷം വൈഗ ജീവനോടെ ഉണ്ടാകില്ല. അവളുടെ കണ്ണുകൾ ചുവന്നു കയറി. എൻ്റെ വൈഗക്കുട്ടി, എന്താ കഴിക്കാതെ? നിന്നെ ഹാപ്പിയാക്കാൻ വേണ്ടിയല്ലേ ഞാൻ പുറത്ത് വന്നത്. ഇപ്പോൾ നീ ഡള്ളായിട്ടിരുന്ന ഇന്നത്തെ ദിവസം പോയി കിട്ടും. അതും പറഞ്ഞ് അവൻ അവളുടെ ഇടുപ്പിലൊരു കൈയിട്ട് അവനിലേക്ക് അടുപ്പിച്ചു. വൈഗ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തൻ്റെ പ്രിയപ്പെട്ടതിന് വേണ്ടി. എന്നാൽ ഇതെല്ലാം ഒരാൾ അയാളുടെ ക്യാമറയിൽ പകർത്തുന്നുണ്ടായിരുന്നു. ധ്രുവ് അവൾക്ക് ഫുഡ് സെർവ് ചെയ്തു. അവളെ ഊട്ടി. അവൾ തിരിച്ചും. അവിടെ നിന്നും ഇറങ്ങിയ ധ്രുവ് വൈകിയും നേരെ പോയത് ബീച്ചിലേക്കാണ്. ഇതേ സമയം ഓഫീസിൽ എബി ആകെ വട്ടെടുത്ത് നടക്കുകയാണ്. കാരണം കീർത്തനയും